നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 666th day. Today 25th sloka of Pradhama Skanda 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 666 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഉച്ഛിഷ്ടലേഭാനനുമോദിതോ ദ്വിജൈ സകൃത്സ്മഭുഞ്ജേ തപസ്താ തദഭാസ്തകിൽബിഷ. ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസസ്തദ്ധർമ്മ ഏവാത്മരുചി പ്രജായതേ. ഓം തത്സത്. ഉച്ഛിഷ്ടലേഭാനനുമോദിതോ ദ്വിജൈ സകൃത്സ്മഭുഞ്ജേ തദഭാസ്തകിൽബിഷ. ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസ്തദ്ധർമ്മ ഏവാത്മരുചി പ്രജായതേ. ഓം തത്സത്. ഉച്ഛിഷ്ട ലേഭാൻ അനുമോദിതോ ദ്വിജൈ സകൃത് സ്മഭുഞ്ജേ തദഭാസ്തകിൽബിഷ. ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസഃ തദ്ധർമ്മ ഏവാത്മരുചി. തദ്ധർമ്മം ഏവ ആത്മരുചി. ഏവാത്മരുചി എന്നുള്ള ഏവം ആത്മരുചി പ്രജായതേ. ആ പ്രജായതേൻ്റെ കൂടെയാണ് സ്മ ചേർക്കേണ്ടത്. സ്മ എന്ന് പറഞ്ഞാൽ ഉണ്ടായി. പ്രജായതേ സ്മ ഉണ്ടായി. ദ്വിജയ് ബ്രാഹ്മണരാൽ അനുമോദിക്കപ്പെട്ടവൻ, അതായത് താല്പര്യം കാണിക്കപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് അനുമോദിത. ഉച്ഛിഷ്ടലേഭാൻ പാത്രത്തിലുള്ള ബാക്കി പദാർത്ഥങ്ങളെ സകൃത് ഒരു നേരം ഭുഞ്ജേസ്മ ഭുജിച്ചു. തതസ്തപാസ്ത കിൽബിഷ. കിൽബിഷം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ. തതസ്തപാസ്ത അതിനാൽ നശിച്ച പാപത്തോട് കൂടിയവനായി. ഏവം ഇപ്രകാരം പ്രവർത്തസ്യ പ്രവർത്തിക്കുന്നവനും വിശുദ്ധചേതസ വിശേഷമായി ശുദ്ധിയെ പ്രാപിച്ച മനസ്സോടു കൂടിയുമായിട്ടുള്ള ശുദ്ധമായ മനസ്സോടു കൂടിയുമായിട്ടുള്ള എനിക്ക് തദ്ധർമ്മ ഏവ അവരുടെ ധർമ്മത്തിൽ തന്നെ ആത്മരുചി മനസ്സിൽ താല്പര്യം പ്രജായതേസ്മ ഉണ്ടായി. അതായത് നാരദർ പറയുകയാണ്, എന്നിൽ കരുണയോട് കൂടിയ അവരുടെ ഭോജനം കഴിഞ്ഞാൽ പാത്രത്തിൽ ബാക്കിയുള്ള ഭക്ഷണത്തെ ഭക്ഷിച്ചുകൊള്ളുവാൻ എനിക്ക് അനുജ്ഞ നൽകി. ഇപ്രകാരം ഒരു നേരം ഭക്ഷണം പതിവായി ഞാൻ കഴിച്ചു വന്നു. അവരുടെ ബാക്കി ഭക്ഷണം, പാത്രത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണം ഞാൻ കഴിച്ചിട്ട് വന്നു. മഹാന്മാരായിട്ടുള്ള ആ മുനിമാരുടെ ഉച്ഛിഷ്ടത്തിൻ്റെ വൈഭവത്താൽ ഇപ്രകാരം കഴിഞ്ഞ എൻ്റെ ചിത്തം പരിശുദ്ധമായി തുടങ്ങി. അതുനിമിത്തം അവർ നടത്തിവരുന്നതായ പരമേശ്വരൻ്റെ ആ ഭഗവാൻ ഭജനത്തിൽ തന്നെ എൻ്റെ മനസ്സിനും രുചി ജനിച്ചു. മഹാന്മാരായിട്ടുള്ള അവരുടെ ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിച്ചതുമൂലം ഈ നാരദരുടെ മനസ്സിൽ വളരെയധികമായിട്ടുള്ള മാറ്റമുണ്ടായി. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ മനസ്സ് ശുദ്ധമായി ഭവിച്ചു. അവർ ചെയ്യുന്ന പൂജാദികളിൽ താല്പര്യം ഉണ്ടാവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ അധികം സംസാരിക്കാത്തവനും കളിപ്പാട്ടങ്ങളൊന്നും എടുക്കാത്തവനുമായിട്ടുള്ള ആ നാരദർ അവരുടെ ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആത്മാവിലുള്ള ആ അശുദ്ധിയൊക്കെ നീങ്ങിയിട്ട് പരമേശ്വര ഭജനത്തിനായിട്ട് ആത്മാവ് തയ്യാറായത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, നാം കാണിക്കുന്ന ഇതൊക്കെ വളരെ
നിസ്സാരങ്ങളാണ്, അതിനും ഉപരിയായിട്ടുള്ള ആത്മശുദ്ധി നേടേണ്ടതുണ്ട്. ശുദ്ധമായിട്ടുള്ള ബാലകനായിട്ടുള്ള അപ്രിയങ്ങളായിട്ടുള്ള ഒന്നും ചെയ്യാത്ത വേണ്ടതു മാത്രം സംസാരിക്കുന്ന നാരദർക്ക് പോലും അവരുടെ മഹാന്മാരായിട്ടുള്ള യോഗിമാരുടെ ഉച്ഛിഷ്ട ഭക്ഷണം കഴിച്ചപ്പോൾ, ബാക്കിയായിട്ടുള്ള എച്ചിൽ ഭക്ഷണം കഴിച്ചപ്പോഴാണ് ആത്മശുദ്ധി സംഭവിച്ചത്, മനസ്സിന് പരിശുദ്ധി ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിൻ്റെ പരിശുദ്ധി എത്രത്തോളം വേണം എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അപ്രകാരം കഴിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധമായി തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് ആ ഭഗവാനിലുള്ള അഭിരുചി ഉണ്ടായി. അദ്ദേഹത്തിനും ആ ഭഗവാനോടുള്ള താല്പര്യം, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് ഭഗവാനോടുള്ള താല്പര്യമുണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നാരദർ തൻ്റെ പൂർവ്വജന്മത്തിലെ കഥ വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഉച്ഛിഷ്ടലേഭാനനുമോദിതോ ദ്വിജേ സകൃസ്മഭുഞ്ജേ തദപാസ്തകിൽബിഷ ഏവം പ്രവർത്തസ്യ വിശുദ്ധചേതസാ തദ്ധർമ്മ ഏവാത്മരുചി പ്രജായതേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.